ഫിഷറീസ് വകുപ്പ് പി.ജി മത്സ്യഭവന്റെ ആഭിമുഖ്യത്തിൽ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്കായി അറിവ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് തൃശൂർ പി.ജി മത്സ്യഭവന്റെ ആഭിമുഖ്യത്തിൽ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്കായി അറിവ് ബോധവൽക്കരണ പരിപാടി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ വെച്ചാണ് സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവിക രാജേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അശോക് കുമാർ PR അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി.ജി മത്സ്യഭവൻ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ സജുഹുനീസ തിരുനിലത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KM രാധാകൃഷ്ണൻ, ജയന്തി VT, KK ശൈലജ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ആൽഫ്രഡ് സോജൻ, ഫിഷറീസ് കോർഡിനേറ്റർ സിന്ധു ശശി എന്നിവർ സംസാരിച്ചു. ഫിഷറീസ് ഓഫീസർ അനു ജോൺ, ക്ഷേമനിധി ബോർഡ് പ്രൊജക്ട് കോർഡിനേറ്റർ നീതു, പോലീസ് അക്കാദമി SI ഭുവനേശൻ എന്നിവർ ക്ലാസ് എടുത്തു. പ്രൊമോട്ടർമാരായ ശാലിനി ഗിരീഷ്, ജയചിത്ര, സുബിത, പ്രദീപ്, അബ്ദുൽ സലാം, ശ്രീകുമാർ, വടക്കാഞ്ചേരി, പഴയന്നൂർ ബ്ലോക്കുകളിലെ മത്സ്യത്തൊഴിലാളികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. കേരള സർക്കാരും ഫിഷറീസ് വകുപ്പും തൃശ്ശൂർ ജില്ലാ പി.ജി മത്സ്യഭവൻ അറിവ് എന്ന ഒരു ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ്സാണ് സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, മത്സ്യത്തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ അവരെന്ന് വളരെ ബുദ്ധിമുട്ടിലാണ്. നമുക്കെല്ലാവർക്കും മത്സ്യം ഇല്ലാണ്ട് ഒരു കാര്യം നടക്കില്ലാത്ത കാര്യം നമുക്കറിയാം. എന്നാൽ അവരുടെ കാര്യം പരിഗണനയാണ് എന്ന് സർക്കാർ മനസ്സിലാക്കി കൊടുത്തത്. എല്ലാ അടിസ്ഥാന മേഖലകളിലും, അതായത് ബ്ലോക്ക് പഞ്ചായത്തിലും നമ്മുടെ ബ്ലോക്കിലെ 9 പഞ്ചായത്തുകളിലും എല്ലാവർക്കും ആളുകൾ ഉണ്ടായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും വീടാവും കേൾക്കും. ഇവരേക്കുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ്സാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ എത്തിയ സാറുമാരെയും ഞാൻ ആദ്യം അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു തൊഴിലാളിക്ക് എന്തെല്ലാം അവകാശങ്ങളുണ്ട് എന്നും കൂടി നിങ്ങൾ ബോധവൽക്കരിപ്പിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തണം. അതേപോലെ തന്നെ നമുക്ക് വലയുമായി ബന്ധപ്പെട്ട് എന്താണ് നിങ്ങളുടെ ആവശ്യങ്ങൾ, അതും ഇതിലൂടെ പറയണം. ആ രീതിയിലുള്ള എല്ലാ ആവശ്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കി തരുന്നതിനാണ് സർക്കാർ ഈ ഒരു പദ്ധതി ഇവിടെ വിളിച്ചു ചേർത്തിരിക്കുന്നത്.